നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം എന്നത് വെറുമൊരു കെട്ടുകഥയാണോ, അന്ധവിശ്വാസമാണോ, അതോ അതിന് പിന്നിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന വിഷയത്തെ പറ്റിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് കണ്ണേറ് പോലെയുള്ള വിഷയങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ കണ്ണേറ് എന്ന് പറയുന്നത് അഥവാ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് വെറുമൊരു കെട്ടുകഥയോ മന്ത്രവാദമോ അല്ല. നമ്മളെ തകർക്കാൻ ശക്തിയുള്ള, ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ സാധിക്കുന്ന വലിയ ഒരു എനർജിയാണ് കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തെയും നമ്മളുടെ ജീവിതത്തെ പോലും തകർക്കാൻ തക്ക ശക്തിയുള്ള ഒരു എനർജിയാണ് കണ്ണേറ് എന്ന് പറയുന്നത്. ചാണക്യൻ പോലും ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ശക്തിയെപ്പറ്റിയും എനർജിയെപ്പറ്റിയും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ കണ്ണുകൾക്ക് നിങ്ങളെ മാനസികമായും ശാരീരികമായും തകർക്കാൻ കഴിയുമോ? അതിന് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇത്തരം വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പൂർണ്ണമായും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി എല്ലാ ആളുകളും കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭ്യർത്ഥന. ഇതിൽ വലിയ ജീവിത രഹസ്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് മന്ത്രവാദത്തെ പറ്റിയോ ആഭിചാര കർമ്മങ്ങളെ പറ്റിയോ കെട്ടുകഥകളെ പറ്റിയോ ഒന്നുമല്ല, മറിച്ച് നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ പുറപ്പെടുവിക്കുന്ന ചിന്തകൾ അല്ലെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന ചിന്തകളുടെ ശക്തിയെപ്പറ്റിയും അതിൻ്റെ എഫക്റ്റിനെ പറ്റിയുമാണ് പൂർണ്ണമായും നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ വേണ്ടി സംസാരിക്കാനും വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കണ്ണുകൾ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് വളരെ ശക്തമായ വികാരങ്ങൾ, എനർജികൾ പുറപ്പെടുവിക്കാനും അതിന് ശരിയായ രീതിയിൽ നമ്മളുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കാനും കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു പുതിയ വീട് വെക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത്, അതുമല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ ആർക്കെങ്കിലും ഒരു നല്ല വൈവാഹിക ബന്ധം, വിവാഹ ബന്ധം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പുതിയതായി ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളെന്ന്, സുഹൃത്തുക്കളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർ പൊതുവെ പുറമേ നമ്മളെ അഭിനന്ദിക്കുകയും അതിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ഭാവിച്ചാൽ പോലും അവരുടെ ഉള്ളിൽ അതിന് എതിരെയുള്ള ഒരു നെഗറ്റീവ് എനർജി, അസൂയ, അല്ലെങ്കിൽ ഒരു കുശുമ്പ്, ഒരു നിരാശ, എനിക്കാകാൻ സാധിക്കാത്ത അവൻ ചെയ്യുന്നല്ലോ എന്നുള്ള ഒരു നിരാശ അവരുടെ ഉള്ളിൽ ഒരു തോട്ട് എനർജി, ചിന്ത വന്നാൽ ആ ചിന്ത അവരുടെ കണ്ണുകളിലൂടെ, അവരുടെ ചിന്തകളിലൂടെ പുറത്തേക്ക് വരികയും നമ്മളുടെ ചുറ്റുമുള്ള പ്രഭാവലയത്തെ, ഓറ എന്നാണ് പറയുക, നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ചുറ്റും ഉള്ള മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറയും. നമ്മളുടെ നമുക്കൊരു ഓറ, ഒരു സംരക്ഷണ കവചമുണ്ട്. ആ കവചത്തെ, ആ തോട്ട് എനർജി ഭേദിക്കുകയും അതുമൂലം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾക്ക് തടസ്സം നേരിടുകയും നമ്മുടെ ഓറ, നമ്മളുടെ ചുറ്റുമുള്ള പ്രഭാവലയത്തെ അത് ഭേദിക്കുകയും നമ്മൾക്ക് അത് ദോഷമായും തടസ്സമായും വരും എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സയൻസ്. ഇത്തരത്തിൽ നമ്മളുടെ ഓറയുടെ പ്രഭാവം, ഓറ ബ്രേക്ക് ചെയ്യുകയും ഓറയുടെ അല്ലെങ്കിൽ നമ്മളുടെ സംരക്ഷണ വലയത്തിൻ്റെ പ്രഭാവം കുറയുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് അകാരണമായി അനിഷ്ടങ്ങളും മറ്റ് ദോഷ കാര്യങ്ങൾ സംഭവിക്കുകയും നമ്മളുടെ ഉള്ളിലെ ആ എനർജി നഷ്ടപ്പെടുകയും നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ, സംഭവിക്കാതെ പോവുകയും ചെയ്യും. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന
ആ അനിഷ്ടങ്ങളെയാണ് നമ്മൾ കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം എന്നൊക്കെ വിളിക്കുന്നത്. ഇതിനെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മളുടെ ചുറ്റുമുള്ള ആ ആളുകളുടെ നിരാശയും അസൂയയും നിറഞ്ഞ ആ നോട്ടത്തിൽ നിന്നുണ്ടാകുന്ന എനർജിക്ക് നമ്മളെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഇതുകൊണ്ടാണ് പണ്ട് പുരാതന കാലം മുതൽ നമ്മളുടെ നാട്ടിൽ ചില നിഷ്ഠകൾ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളുടെ കവിളിലൊക്കെ വലിയ വട്ടത്തിലുള്ള കറുത്ത മറുകു പോലെ വരച്ചിടും. അതുപോലെ സ്ത്രീകൾ, ഇന്നാണ് ചെറിയ പൊട്ടുകളൊക്കെ തന്നു, പണ്ട് സ്ത്രീകൾ വലിയ പൊട്ടായിരുന്നു ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു വീട് പണിയുന്ന സമയത്ത് അതിനു മുമ്പിലൊരു കോലം കെട്ടിവെക്കും. അതുപോലെ മറ്റൊന്നുകൂടി പറഞ്ഞാൽ, ഒരു വിവാഹം കഴിഞ്ഞ് വധൂവരന്മാർ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദീപം കൊളുത്തി ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ കാരണം വിവാഹം കഴിഞ്ഞ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം, അന്നത്തെ ആ ദിവസത്തെ ആ ഫംഗ്ഷനിൽ പങ്കുചേർന്നിരുന്ന മുഴുവൻ ആളുകളുടെയും ദൃഷ്ടിയും നോട്ടവും അവരിലേക്ക് മാത്രമായിരുന്നു. അവരുടെ ശ്രദ്ധാകേന്ദ്രം അവരായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ അസൂയുള്ള ആളുകളുണ്ടാവാം, കുശുമ്പുള്ള ആളുകളുണ്ടാവാം. അത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ ദൃഷ്ടി അവരിലേക്ക് പതിഞ്ഞ് അവർക്ക് അത് ദോഷമായി ഭാവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ദീപം, അഗ്നി എന്ന് പറയുന്നത് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന സാധനമാണ്. ദീപം കൊണ്ട് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റിയിരിക്കുന്നത്, കുട്ടികളുടെ കവിളിൽ തൊടുന്നത്, പൊട്ട് തൊടുന്നത്, വീട് പണിയുമ്പോൾ കോലം കുത്തുന്നതൊക്കെ, ഇതിനെയൊക്കെ നോക്കുന്ന, ചെറിയ കുട്ടികളെയൊക്കെ ആണെങ്കിലും നോക്കുന്ന ആളുകളുടെ ആ അസൂയയോടെയും കുശുമ്പോടെയും അല്ലെങ്കിൽ ദൃഷ്ടിദോഷമുള്ള ആളുകളൊക്കെ അവരെ നോക്കുമ്പോൾ പൊട്ടിലേക്കും ആ കോലത്തിലേക്കും, വീടിന് മുമ്പിൽ വെച്ചിട്ടുള്ള കോലത്തിലേക്കും അല്ലെങ്കിൽ എന്താ പറയുക, അത്തരം കാര്യങ്ങളിലേക്കും അവരുടെ ശ്രദ്ധ ഒന്ന് കണ്ണു മാറുകയും അവരുടെ ദൃഷ്ടിയുടെ, അവരുടെ ശ്രദ്ധയുടെ കേന്ദ്രം, ഒരു ശക്തി കുറയും, ഡിസ്ട്രാക്റ്റഡായി പോവുകയും അതിലോടുകൂടി ആ ദൃഷ്ടിദോഷത്തിൻ്റെ ശക്തി കുറഞ്ഞു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഈ ശാസ്ത്രം അറിഞ്ഞോ അറിയാതെയോ പണ്ട് മുതൽ പുരാതന കാലം തൊട്ട് നമ്മളിൽ പലരും ഇതൊക്കെ അന്വേഷിച്ചു പോരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത ഇതാണ്. അസൂയയോടെ കുശുമ്പോടെ നോക്കുന്ന ആളുകളിൽ നിന്ന് ആ നെഗറ്റീവ് എനർജിയുടെ, കുശുമ്പിൻ്റെ, അസൂയയുടെ എനർജിയുടെ ശക്തി മെല്ലെ ഡിസ്ട്രാക്റ്റായി കുറഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ദൃഷ്ടിദോഷം, കണ്ണേറ് നമ്മളിലേക്ക് വന്നു പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾക്ക് അകാരണമായ ഒരു മടി, അലസത, ക്ഷീണം, വിരസതയൊക്കെ തോന്നുകയാണ്. നമ്മൾ സാധാരണ പോലെ ഉറങ്ങിയിട്ടുണ്ട്, സാധാരണ പോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, സാധാരണ പോലെ വ്യായാമം ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അകാരണമായി, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അവരിൽ മടിയും ഒരുതരം അലസതയും കാര്യങ്ങളുമൊക്കെ ഉടലെടുക്കുകയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, എന്തൊക്കെയോ തടസ്സങ്ങൾ എവിടെയൊക്കെയോ നേരിടുകയാണ്, അവർക്ക് ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ വരുന്നു എന്നൊക്കെ ഭാവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മറ്റൊന്ന്, നമ്മളിലേക്ക് വന്നിരുന്ന സാമ്പത്തിക തടസ്സങ്ങളാണ്. സാമ്പത്തിക തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ബിസിനസ്സിൽ പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാവുക, കിട്ടാനുള്ള പണം പെട്ടെന്ന് എവിടെയെങ്കിലും ബ്ലോക്ക് ആവുക, കൊടുക്കാനുള്ളത് പെട്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വിഷയങ്ങളുണ്ടാവുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എപ്പോഴും പ്രശ്നങ്ങൾ വരിക, ടെൻഷൻ വരിക, അകാരണമായ കേസുകൾ നമ്മളിലേക്ക് സംഭവിക്കുക എന്നൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പിച്ചോളൂ, ദൃഷ്ടിദോഷം ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്,
നമ്മളുടെ ബന്ധങ്ങളിലുണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന അസാരസ്യങ്ങളാണ്. അതായത് ഒരു കുഴപ്പവുമില്ലാതെ വളരെ സ്നേഹത്തോടുകൂടി സ്നേഹസമ്പന്നമായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുക, വഴക്ക് കൂടുക, നിസ്സാരമായി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പെട്ടെന്ന് എന്താ പറയുക, കാരണങ്ങൾ പോലും അറിയാതെ പരസ്പരം കലഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വരിക, അത് ഭാര്യാഭർത്താക്കന്മാരായാലും ഏത് തരത്തിലുള്ള ബന്ധത്തിൽപ്പെട്ട ആളുകളായാലും വിഷയങ്ങൾ വരിക. അത്തരത്തിൽ വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിന്തിച്ചോളൂ, ഇതിൻ്റെ പിന്നിൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേറ് കൊണ്ടിട്ടുണ്ട്, അസൂയ നമ്മളിലേക്ക് ഏറ്റിട്ടുണ്ട്, ആരുടെയൊക്കെയോ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇത്തരത്തിൽ ദൃഷ്ടിദോഷം വായിച്ചിട്ടുള്ള വരാൻ സാധ്യതയുള്ള ഏറ്റവും ഒരുപാട് കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മളുടെ ആരോഗ്യ കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാകും. കുടുംബത്താണെങ്കിലും നമുക്കാണെങ്കിലും ഒരസുഖം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു, അത് മാറി വരുമ്പോഴത്തേക്കും അടുത്തത് വരുന്നു. അല്ലെങ്കിൽ ഒരാൾക്കൊരസുഖം വന്നു, അത് നമ്മൾ പരിഹരിച്ചു, അത് ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോൾ അഡ്മിറ്റ് ആകും, ഡോക്ടർ മരുന്ന് തരും, അത് പരിഹരിച്ചു. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ മറ്റൊരാൾക്ക് അസുഖം വരുന്നു. വിട്ടുമാറാതെ രോഗാവസ്ഥകൾ, ചെറുതും വലുതുമായ രോഗാവസ്ഥകൾ നമ്മളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതും മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ അല്ലെങ്കിൽ തെളിവാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ദൃഷ്ടിദോഷം നമ്മളിലേക്ക് ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ വരുമ്പോഴും ഉറപ്പിച്ചോടൂ, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ഇനി പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ പോലെ ഇതിൻ്റെ പരിഹാരമാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഇതിന് പരിഹാരമുണ്ട്. ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സമയക്കുറവ് മൂലം ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, നമ്മൾ പ്രധാനപ്പെട്ട സമയങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ, ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈവാഹിക ബന്ധത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിൽ പോസിറ്റീവായ, നമ്മൾ വലിയ ഉയർച്ചയിലേക്ക് പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ എന്ന് പറയുന്ന ആളുകളോട് പോലും ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അവർ പുറമേ നമ്മളെ അഭിനന്ദിച്ചാലും നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചാലും സന്തോഷിച്ചാലും അവരുടെ ഉള്ളിൽ നിന്ന് നിരാശയും അല്ലെങ്കിൽ അസൂയയുമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ എനർജി നമ്മളിലേക്ക് വെറുതെ വരും. ആ എനർജി നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓറയെ ബാധിക്കും സമയത്ത് നമ്മൾ എന്താണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് കാര്യത്തിൽ ചില സമയത്ത് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൗനം പാലിക്കുക. നമ്മൾ ഇതൊക്കെ ചെയ്ത് വിജയിക്കുന്നത് വരെ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പരിഹാര മാർഗങ്ങളിലൊന്ന്. അപ്പോൾ ഇവർക്കൊന്നും അതിനെപ്പറ്റി ശ്രദ്ധ കിട്ടില്ല, അവരിൽ നിന്ന് നെഗറ്റീവായ ദൃഷ്ടിദോഷം നമ്മളിലേക്ക് വരാതിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ ഈ ദൃഷ്ടിദോഷങ്ങളെ അകറ്റാനുള്ള ഏറ്റവും പ്രാവർത്തികമായി, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും പലതരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും അവരുമായി സംസാരിക്കുകയും പല ആളുകളെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അവരിൽ നിന്നൊക്കെ ഏത് തരത്തിലുള്ള എനർജികളാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അത്തരം ക്രൗഡിനിടയിൽ ജീവിച്ചിട്ട് വരുന്ന സമയത്ത്, നമ്മൾ വൈകിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുളിക്കുന്ന സമയത്ത് കല്ലുപ്പ് വെള്ളത്തിലിട്ട്, നിസ്സാരമായി തോന്നാം, നിസ്സാരമായി കണ്ട, ഇതിൻ്റെ പിന്നിലൊരു ശാസ്ത്രീയ സത്യമുണ്ട്. കല്ലുപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ, ആകർഷിക്കാൻ, അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ ശക്തിയുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് 1-2 പിടി കല്ലുപ്പ് ആ വെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ അത് മിക്സ് ചെയ്ത് അത് നമ്മൾ ശരീരത്ത് മൊത്തം ഒഴിച്ച് വേണമെങ്കിൽ 1-2 മിനിറ്റ് അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ തുടരാൻ അനുവദിച്ച് അതിനുശേഷം നമ്മൾ സാധാരണ കുളിക്കും പോലെ നമ്മൾ സോപ്പൊക്കെ തേച്ച് നന്നായി കുളിച്ച് കഴിയുമ്പോൾ ഈ കല്ലുപ്പ് നമ്മളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള എനർജികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടി കാരണമാവും. കല്ലുപ്പിന് അങ്ങനെയുള്ള ഒരു അത്ഭുത ശക്തിയുണ്ട് എന്നുള്ളത് പൗരാണിക കാലം തൊട്ട് നമ്മളുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന്, നമ്മളുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ ശക്തിപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ്.
നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ എന്തൊക്കെ എന്നെപ്പറ്റി പറഞ്ഞാലും, എന്തൊക്കെ ചിന്തിച്ചാലും, ആരൊക്കെ എന്നെ നോക്കിയാലും, എങ്ങനെയൊക്കെ നോക്കിയാലും ഞാൻ പവർഫുള്ളാണ് എന്ന് സ്വയം തീരുമാനിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മളെ ആരെങ്കിലും അസൂയയോടുകൂടി കുശുമ്പോടുകൂടി നോക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല, അവരുടെ കുറവാണ്. നമ്മൾ ശരിക്കും അവരുടെയൊക്കെ ചിന്തയ്ക്കപ്പുറം വളരുന്നു എന്നുള്ള തെളിവാണ്. അങ്ങനെ വളരുന്ന നമ്മുടെ കഴിവാണെന്നും അതിൻ്റെ പേരിൽ നമുക്കൊരു ദോഷം സംഭവിക്കാനില്ലെന്നും, അങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ചുറ്റും ഒരു പ്രപഞ്ച ശക്തിയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് അതിൽ തുടർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു കാര്യം. ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് വെറുമൊരു കെട്ടുകഥയോ അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, ഇല്ലാത്ത ഒരു അന്ധവിശ്വാസവുമല്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു സത്യമുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പോരാതെ ഈ വീഡിയോയെപ്പറ്റി എന്താണ് നിങ്ങൾക്കുള്ള കമൻറ്റ്, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും, ഇതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ, എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. അങ്ങനെ രേഖപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണും വരെ എല്ലാ ആളുകൾക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നേർന്നുകൊണ്ട്, സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.